നബിയെ തീർന്നില്ല, ഇനിയും കാണാനുണ്ട്. എത്തിയ സമയത്ത് ഞാൻ എത്തിപ്പെട്ടത് ഒരു രക്തത്തിന്റെ സമുദ്രത്തിലാണ്. ആ രക്തത്തിന്റെ സമുദ്രത്തിന്റെ അകലെ നിന്ന് ഒരാൾ പതുക്കെ രക്തം കുടിച്ച് നിലകിട്ടാതെ നീന്തി നീന്തി കരയിലേക്ക് അടുക്കുന്നുണ്ട്. ഈ കരയിൽ ഒരാൾ നിൽക്കുന്നവന്റെ അടുത്ത് കുറെ കല്ലുകളുണ്ട്. ഈ നീന്തി നീന്തി അരികിലേക്ക് അടുക്കുമ്പോൾ അവൻ വായ കാണിക്കുന്നു, ഒരു കല്ലിട്ട് കൊടുക്കുന്നു, അകന്നകന്ന് ഓളം തള്ളി പോകുന്നു. വീണ്ടും അയാൾ വളരെ പ്രയാസപ്പെട്ട് രക്തം കുടിച്ച് കുടിച്ച് അടുക്കുന്നു. അപ്പോഴേക്ക് ഈ കല്ലുകൊണ്ട് വീണ്ടും വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇയാൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് കിയാമത്ത് നാൾ വരെ ഈ രൂപത്തിൽ രക്തം കുടിച്ച് ഈ കല്ലുകൾ വായിട്ട് വിഴുങ്ങിയിട്ട് കരക്കണയാൻ കഴിയാതെ പ്രയാസം അനുവദിക്കുന്നത് കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, ഇതിന്റെ പേരിലാണ് ഇന്ദരത്ത് സ്വന്തരത്തിന് വാ നമുക്ക് പോകാം, നെല്ലേരിയും കാണാനുണ്ട്. കുറെ ഞങ്ങളെത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അടിഭാഗം വളരെ വിശാലമായതും മുകൾ ഭാഗം മുടുസായതുമായ ഗുഹയാണ്. ആ ഗുഹയുടെ താഴ്ഭാഗത്ത് ഇഷ്ടംപോലെ വിശാലമായിട്ട് തീ കത്തിക്കപ്പെടുകയാണ്. ഞാൻ പതുക്കെ ആ ഗുഹയിലേക്കൊന്ന് എത്തി നോക്കുന്ന സമയത്ത് ഉടുതുണിയില്ലാത്ത പരിപൂർണ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാ. ആ സ്ത്രീ പുരുഷന്മാർ അതിൽ കിടന്ന് കത്തിത്തിളക്കുകയാണ്. മുകൾ ഭാഗം മുടുസായത് കൊണ്ട് അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. താഴ്ഭാഗത്ത് തീ ആളി കത്തുന്ന സമയത്ത് തിളച്ച് മേൽപോട്ട് മറിയുന്നു. തീ അണയുമ്പോൾ താഴേക്ക് പോകുന്നു. ആർ തട്ടാസിക്കുന്നു. സർവദ്വാരങ്ങളിൽ നിന്നും ജലം ഒഴിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണ് ഒരു ഇന്ദ്രത്ത് സ്പന്ദനജ്ഞ? ആ ഹദീസ് സുദീർഘമായി പറയുന്നുണ്ട്, മുഴുവനും കൂടി പറയാൻ സമയമില്ല. ഇതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാ കൂട്ടുകാരെ, ഈ രാത്രിയിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്. ഇത് വിവരിക്കാതെ ഒരടി മുന്നോട്ട് വെക്കില്ല. ആ സമയത്ത് രണ്ടുപേരും പറയുന്നു, ഇത് ഉക്കറവായ അങ്ങയ്ക്ക് അങ്ങയുടെ ഉമ്മത്ത് അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ഒന്ന് കാണിച്ചു തന്നതാണ്. ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. അത് കാണിക്കാൻ പടത്തറപ്പ് ഞങ്ങളെ വിട്ടതാ. അല്ലാഹുവിന്റെ റസൂൽ മുഴുവനും കണ്ടിട്ടാണല്ലോ പറയുന്നത്. അതേ, കാണാത്ത ഒരു കാര്യം മുത്തുനബി പറയില്ല. നരകം കണ്ടിട്ടാ നരകം പറഞ്ഞു തരുന്നത്, സ്വർഗം കണ്ടിട്ടാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്, ഖബറിന്റെ ശിക്ഷ കണ്ടിട്ടാ ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് മുസ്ലിംകൾക്ക് പറഞ്ഞു തരുന്നത്. മുസ്ലിം സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്റെ ഉമ്മത്തിന് വരുന്ന ദുരവസ്ഥയോർത്ത് മുത്തുനബി പൊട്ടിക്കരഞ്ഞു പോയി. അവർക്ക് ആ രൂപത്തിലുള്ള ശിക്ഷ അനുഭവപ്പെടാനുള്ള കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? യാ റസൂലല്ലാഹ്, ആദ്യമായി നാം കണ്ടൊരു മനുഷ്യരുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. അതാ അവങ്ങനെ കിടക്കുകയാണ്. അവന്റെ തല ഇതാ സാറക്കല്ല് കൊണ്ട് മറ്റൊരാൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ തല തകർന്നുകൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച മനുഷ്യനാ. ആ ഖുർആൻ പഠിച്ചിട്ട് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്ത ഖുർആൻ ഓതാത്തവന്. അതേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഈ ഹദീസ് വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പല പണ്ഡിതന്മാരും വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാ പഠിച്ച അറിവ്, നല്ലപോലെ അറിവ് അവനവന്റെ തലച്ചോറിൽ അറിവുണ്ടായിട്ട്, തലയിൽ അറിവുണ്ടായിട്ട് ആ അറിവ് പഠിച്ചതിന്റെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളില്ലേ. പരീക്ഷ വാങ്ങാൻ പാടില്ലാതെ പഠിച്ചു, 5 വക്ത് നിസ്കരിക്കണമെന്ന് പഠിച്ചു. അതാ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചിട്ട് 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക് മതപരമായ സർവ്വ കാര്യങ്ങളെ കുറിച്ചും ആവറേജ് വിവരം എല്ലാവരും പഠിക്കുകയാണ്. ആ പഠിച്ചിട്ട് പിന്നെ അതൊന്നും ഉൾക്കൊള്ളാതെ നടക്കുന്നവരല്ലേ. ചെറുപ്പക്കാരാ, എന്റെ കാലൊന്ന് തുറന്നു കൊടുക്കണം, നീ ഒന്ന് ശ്രദ്ധിക്കണം മോനെ.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് പറയുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? അണുമണി തൂക്കം ഈമാനുള്ള ആളുകൾക്ക് കേൾക്കുന്ന സമയത്ത് മാറ്റം വരില്ലേ? എന്നിട്ട് മതപരമായ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരില്ലേ? ആർക്കാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്നറിയാത്തത്? ആർക്കാണ് നോമ്പ് നിർബന്ധമാണെന്നറിയാത്തത്? ആർക്കാണ് കണ്ടുപിടിപാടുകളെന്നറിയാത്തത്? ആർക്കാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലാന്നറിയാത്തത്? ആർക്കാണ് എല്ലാവിധ കാര്യങ്ങളും ശരിക്കും പരിശുദ്ധ ഖുർആന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയിട്ട് ഹൃദയത്തിലതാ ശരിക്കും സൂക്ഷിച്ച് മനപ്പാഠമാക്കിയിട്ട് ഇതെല്ലാം തലയിൽ ചുമന്നിട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കാത്ത മനുഷ്യന്റെ തല ഈ ഖിയാമത്ത് നാൾ വരെ ഈ രൂപത്തിൽ മറ്റൊരാളെ കൊണ്ട് തകർക്കപ്പെടുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് നാമൊക്കെ എത്ര ആളുകളെ കൊണ്ടുപോയി മറന്നു ചെയ്തു. നമ്മളെ ഉപ്പമാരും പാപ്പമാരും നമ്മളെ സ്നേഹിതന്മാരും പലരെയും മറന്നു ചെയ്തില്ലേ? അവരുടെ അവസ്ഥ നമുക്കറിയുമോ? നമ്മളൊക്കെ ഇതാ ഖിയാമത്ത് നാൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേ സമയത്ത് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്ര ആളുകളാണ് നമ്മളെ പള്ളിക്കാരിൽ കിടക്കുന്നത്? പുറത്താണോ? ഈ ഇരിക്കുന്ന ആളുകളെ എണ്ണമനുസരിച്ചുള്ള ആളുകൾ മാത്രമാണോ പള്ളിക്കാറ്റിനുള്ളത് പള്ളിയുടെ സമീപത്ത് അനുസരിച്ച് ശ്രമം കൊള്ളുന്നത്? അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. അതേ സമയത്ത് എത്ര കാലമായി അവരെ പ്രാർത്ഥിക്കാമെന്ന് പടച്ച റബ്ബേ, ഒന്ന് ഖിയാമത്ത് നാളായിരുന്നെങ്കിൽ, ഇസ്രാഫീൽ ഒന്ന് ഊതിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഉപ്പാപ്പമാര് പറയാൻ തുടങ്ങിയിട്ട് കാലമത്രയായി. ഈ ബദറിക്കാട് പള്ളിയുടെ ചുറ്റുപാടത്തും അന്തിവിശ്രമം കൊള്ളുന്ന എത്രയോ മുഅ്മിനീങ്ങൾ, അല്ലാത്ത സ്ത്രീകൾ, സാധുക്കൾ, തെറ്റുകൾ ചെയ്തവർ, കള്ളുകുടിച്ചു പോയവർ, വ്യഭിചരിച്ചു പോയവർ, അതേ പലിശവാദി തിന്നുപോയവർ, ജീവിക്കുന്ന കാലത്ത് ചിന്തയില്ലാതെ ജീവിച്ചു പോയവർ, അവരൊക്കെ ശ്രദ്ധിക്കുകയല്ലേ, പ്രാർത്ഥിക്കുകയല്ലേ, വേദന കടിച്ചിറക്കിയിട്ട് പറയുകയല്ലേ, ഇസ്രാഫീലൊക്കെ സൂറന്ന കാലത്തിൽ ഊതിയിരുന്നെങ്കിൽ ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയ്ക്ക് ഒരു വല്ലാത്ത ആശ്വാസമാണ്. ഖാലൂയ വൈലനാ മംബഅസനാ മിൻ മർകദിനാ ഹദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നതോടുകൂടി, ഊതുന്നതോടുകൂടി സർവ്വ ആളുകൾക്കും മയക്കം വന്നു പോയി. ഖബറാളികൾക്ക് അടക്കം കിട്ടിപ്പോയി, സമാധാനം കിട്ടിപ്പോയി. രണ്ടാമത്തെ ഊത്തിന്റെ സമയത്ത് വീണ്ടും അവർ പറയുകയാ, യാ വൈലനാ മംബഅസനാ മിൻ മർകദിനാ ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങൾ കുറെ കാലം ശിക്ഷാനുഭവിച്ച്, കഠിനകഠോരമായ ശിക്ഷാനുഭവിച്ച് ഞങ്ങളെ തലയി രൂപത്തിൽ കുത്തി ചതക്കുകയല്ലേ, അനുഭവിക്കുകയല്ലേ. ഇപ്പോൾ കുറച്ചു കാലമായി ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയിരുന്നു, ഉറക്കം വന്നിരുന്നു. ആരാണ് ഞങ്ങളെ വീണ്ടും ഈ ശിക്ഷയിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയതാരാ? ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്നുണർത്തിയത്? മാത്രമല്ല റഹ്മാനായ റബ്ബ് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാര് സത്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ചെവി കൊണ്ടില്ലല്ലോ, വിശ്വസിച്ചില്ലല്ലോ, പ്രവർത്തിച്ചില്ലല്ലോ. സർവധികാരികളും പറയുന്നതാ, മോനെ ഇതെല്ലാം അനുഭവപ്പെടാൻ നമുക്ക് താമസമുള്ളത് ഒരു കണ്ണിയുമ്മി തുറക്കുന്ന സമയമല്ലേ, മരിക്കേണ്ട താമസമല്ലേ, ഖബറിലെത്തേണ്ട താമസമല്ലേ. നീ മറന്നു ചെയ്യപ്പെട്ട സഹോദരന്റെ ഖബറൊന്ന് പൊളിച്ചു നോക്കിയാൽ, നീതാമനെ മുടുകല്ലുയർത്തി നോക്കിയാൽ അവിടെ ഒരു പക്ഷേ ഒന്നും കാണണമെന്നില്ല. പടത്തറപ്പ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ ആത്മാവിനെ അനുഭവിപ്പിക്കുന്നത് ഈ രൂപത്തിലല്ലേ.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ വിളക്കുന്ന അബൂജഹൽ മുഹമ്മദ് സുജൂദ് ചെയ്യുന്നത് എന്റെ കണ്ണിൽ കണ്ടാൽ മുഹമ്മദിനെ ഞാൻ വെച്ചേക്കുകയില്ല, അവന്റെ കഴുത്ത് ഞാൻ വെട്ടുന്നതാ, അവനെ ഞാൻ ദ്രോഹിക്കുന്നതാ എന്ന് അല്ലാഹുവിന്റെ റസൂലില്ലാത്ത സമയത്ത് ഈ വിളക്കുന്ന അബൂജഹലിനോട് അതാ തന്റെ ആളുകൾ ചെന്നുകൊണ്ട് പറയുന്നു, ഓ ഹുസൈബാ, അതാ നീ വലിയ വീമ്പളക്കലിനെ മുഹമ്മദ് അതാ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുന്നു ചെല്ല്, നീ മുഹമ്മദ് സുജൂദ് ചെയ്യുന്ന സമയത്ത് തടയണമെന്നല്ലേ പറയുന്നത്, നീ ചെന്നുകൊണ്ട് തടയാൻ വേണ്ടി പറയുമ്പോൾ അബൂജഹൽ പോകുന്നു. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തടയുമെന്ന് പറഞ്ഞ അബൂജഹലിനെ കണ്ടില്ലേ? അവൻ അവന്റെ ആളുകളെ വിളിക്കട്ടെ, അവനെ പ്രതിരോധിക്കാൻ ഞാനിതാ ദബാരിയാക്കളെ വിളിക്കാൻ പോവുകയാണ്. അവന്റെ തോന്നിവാസം നിർത്തിയില്ലെങ്കിൽ, അവന്റെ ധിക്കാരം നിർത്തിയില്ലെങ്കിൽ, അവന്റെ ഹുങ്കാരം നിർത്തിയില്ലെങ്കിൽ അവന്റെ മൂർധാവ് നമ്മൾ പിടിക്കാൻ പോവുകയാ. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞു, അബൂജഹലെങ്ങാനും പിന്മാറിയിട്ടില്ലെങ്കിൽ ജവാരിയാക്കൾ എന്ന മലക്കൾ പരസ്യമായിട്ട് വന്നവന്റെ കതല പിടിച്ച് പിഴുതെറിയുന്നത് കാണാമായിരുന്നു. ആ സമയത്ത് അബൂജഹൽ അങ്ങോട്ട് മുന്നോട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ പിറകോട്ടോടുന്നു. മക്കയിലെ ഖുറൈശികൾ ചോദിച്ച, അബൂജഹലെ നീ എന്തൊരു വിഡ്ഢിയാണല്ലോ, നീ മുഹമ്മദിനെ കാണാത്ത സമയത്ത് വലിയ വലിയ വിളക്കുന്നുണ്ട്, അവനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കണ്ട സമയത്ത് പൂച്ചയെപ്പോലെ പിന്മാറുകയാണോ? അബൂജഹൽ പറയുന്നു, പൊട്ടന്മാരെ നിങ്ങളെ മുഖത്ത് കണ്ണില്ലയോ? അവര് പറഞ്ഞു, മുഖത്ത് കണ്ണുള്ളത് കൊണ്ടാണ് മുഹമ്മദിനെ കാണിച്ചു തന്നത്, നിനക്കല്ലേ കണ്ണില്ലാത്തത്. അബൂജഹൽ പറയുന്നു, ഇന്നി അറാ ബൈനി വ ബൈനഹു നാറാ, എന്റെയും മുഹമ്മദിന്റെയും ഇടയ്ക്ക് വലിയ അഗ്നികുണ്ഡം ഞാൻ കാണുന്നു, അടുക്കാൻ പറ്റുന്നില്ല. ഹദീസിലില്ലേ വയലമൂയ ഉമ്മത്തെ സയ്യിദിനാ മുഹമ്മദ്. കൂടിയിരിക്കുന്ന ആളുകൾ ആരും തീകുണ്ടം കാണുന്നില്ല, അബൂജഹൽ കാണുന്നുണ്ട്. ഇന്നി അറാ ബൈനി വ ബൈനഹു നാറാ, ഞാൻ എന്റെയും അവന് വലിയ തീകുണ്ടം കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് കബറിങ്ങോട്ട് പൊളിച്ച് ഉയർത്തി വെക്കുന്ന മൂടുകല്ലുയർത്തുന്ന സമയം നമുക്കൊരു പക്ഷെ കാണാൻ കഴിയണമെന്നില്ല, പക്ഷേ ആ കബറിൽ കിടക്കുന്ന മയ്യത്തിന് അനുഭവപ്പെടുന്നത് ആ രൂപത്തിലായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരെ ഓരുത്തന്മാരെ അവനൂടെ നാടെല്ലാം മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഒരാൾ പരിഹസിച്ച സമയത്ത് പരിഹസിച്ചവന്റെ നാട് മുഴുവനും തീ കൊണ്ടങ്ങ് നിറച്ചു എന്നാണ്. അപ്പൊ ചില ആള് വെച്ച് എന്തൊരു കടുപ്പാ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ചെയ്തത്, ഒരാൾ പരിഹസിച്ചതിന് അവന്റെ നാടൊന്നായിട്ട് തീയായി നിറച്ചാൽ എത്ര നിരപരാധികൾ തീയപ്പെട്ടു പോകും, എത്ര ജീവികൾ നിരപരാധികളായ ജീവികൾ തീയപ്പെട്ടു പോകും, എന്തൊരു ക്രൂരതയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്, ഉൽപ്പതിഷ്ഠുക്കളായ ആളുകൾ ഉന്നയിക്കാറുണ്ട്. സത്യത്തിൽ ആ മനുഷ്യൻ എവിടേക്ക് നോക്കിയാലും അവന് തീയായിട്ട് തോന്നുകയാണ്, മറ്റുള്ളവർക്ക് തീയുണ്ടായിട്ടല്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പരിഹസിച്ച അവൻ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവന് തീയാണ്, അവന്റെ മുൻപിലും പിൻപിലും ചുറ്റുഭാഗത്ത് മുഴുവൻ അവന് തീ ഉണ്ടാരമായിരുന്നു. ഇതാണ് അബൂജഹൽ അവിടെ അനുഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപക്ഷെ മൂടുകല്ലങ്ങ് ഉയർത്തി നോക്കി അത് കണ്ടോളണമെന്നില്ല. ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആനും ഖുർആൻ പഠിക്കുകയും പഠിച്ചിട്ട് പ്രവർത്തിക്കാതെ മറന്നുപോവുകയും പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ തല ഈ രൂപത്തിൽ കുത്തിച്ചതക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി കണ്ടിട്ട് പറയുകയാണ്. തീർന്നില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയുന്നു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, രണ്ടാമത് കണ്ട മനുഷ്യനുണ്ടല്ലോ, ഒരാളിങ്ങനെ ഇരിക്കുന്നവനടുത്ത് മറ്റൊരാൾ നിൽക്കുന്നവന്റെ കയ്യിൽ ഇരുമ്പിന്റെ ആ വലിയ കൊക്ക കൊണ്ട്
ഇരിക്കുന്ന മനുഷ്യന്റെ കവളും തന്റെ മൂക്കുമെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുന്ന മനുഷ്യനാരാണ് അവൻ ദുനിയാവിൽ വെച്ച് കാലത്തിൽ എഴുന്നേറ്റ് വലിയ വലിയ വെടിവായത്തങ്ങൾ പറഞ്ഞവനാണ്, കളവ് പറഞ്ഞവനാണ്. അവനൊരു കളവെന്ന് പറയും. ആ കളവ് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കൈമാറിയെത്തും. അങ്ങനെ ലോകത്ത് മുഴുവനും അവൻ പ്രചരിപ്പിച്ച കളവ് പ്രചരിക്കുന്നതാണ്. ഇങ്ങനെ കളവ് പറയുന്ന ആളുകൾ അവർക്ക് കബറിൽ വെച്ചുകൊണ്ട് നരകശിക്ഷ അവരെ കബറിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടും. ഇതുകൊണ്ടല്ലേ എന്നെ പറയുന്നത് കബറിന്റെ ശിക്ഷയെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം കബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ കേടാതെ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. എല്ലാ നിസ്കാരത്തിനും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നവൻ പറഞ്ഞ കളവിന്റെ ആധിക്യം കൊണ്ടാണ് അവനത് ആ സഹോദരിമാരെ പലപ്പോഴും നമ്മൾ ചില വാക്കുകളെന്ന് പറയാറുണ്ട്. അത് ഏറ്റ് മറ്റുള്ളവർ പറയുന്നു. ആ ഒരു കളവ് ആകെ പരക്കുന്നു. അതിന്റെ പിറകിൽ എന്തെല്ലാമോ സംഭവിക്കുന്നു, കൂട്ടി പറയുന്നു. ഇതിന് കാരണക്കാരനായി ആദ്യം ആരവായി നിന്നാണ് ആ കളവ് വന്നത്. അവന് വരുന്ന അനുഭവമാണ് മാസങ്ങളിൽ വിവരിക്കുന്നത്. മൂന്നാമത് മുഹമ്മദ് റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു തങ്ങളോട് മനസ്സുകൾ വിവരിച്ചു കൊടുക്കുകയാണ്. ദുനിയാവിൽ വെച്ച് പാവപ്പെട്ടവന്റെ രക്തം കുടിച്ച് പലിശ വാങ്ങിക്കുന്ന മുതലാളിയില്ലേ, അക്ഷരാർത്ഥത്തിൽ മുതലാളി കടിച്ചു ഒഴിക്കുന്നത് പാവപ്പെട്ടവന്റെ രക്തം കുടിച്ചുകൊണ്ടാ. കഠിനാധ്വാനം ചെയ്ത് പാവപ്പെട്ടവൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവന്റെ മക്കൾ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ, തന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ആ പെട്ടെന്ന് പണത്തിനാവശ്യമായി പെട്ടെന്ന് പണം സ്വരൂപിക്കാൻ അവൻ കണ്ട മാർഗം മുതലാളിന്റെ അടുത്ത് ഒന്ന് കടം ചോദിച്ചതാ. 10,000 രൂപ കടം ചോദിച്ച സമയത്ത് 1000 രൂപ അഡ്വാൻസ് പലിശക്ക് പിടിച്ച് 9,000 കൊടുക്കുകയാണ്. എല്ലാ മാസവും അതാ 1000 പലിശ ഇവൻ അടക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട സമയത്ത് കടത്തിന് വേണ്ടി ചെന്നപ്പോഴാ പലിശക്ക് പണം വാങ്ങേണ്ടി വന്നത്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരാ, ഇവനെല്ലാ മാസവും അധ്വാനിച്ച് ആയിരങ്ങൾ അടക്കുന്നു. അങ്ങനെ 10,000 അല്ല, എത്രയോ ആയിരങ്ങൾ അവൻ പലിശയായി അടച്ചിട്ടുണ്ട്. പക്ഷേ അവന്റെ കടത്തിൽ നിന്ന് ഒരു പൈസ പോലും വീടിയിട്ടില്ല. അവൻ അധ്വാനിച്ചവന്റെ ശരീരമൊക്കെ അതാ സൃഷ്ടിച്ചു പോയി, ക്ഷീണിച്ചു പോയി. അവന്റെ ചോര മുഴുവൻ വറ്റാണെങ്കിൽ സത്യത്തിൽ ഈ മനുഷ്യന്റെ ചോര കുടിച്ച് തടിച്ചു കൊടുത്ത മുതലാളില്ലേ, പലിശ പള്ളയില്ലേ. ഈ പലിശ വാങ്ങിയിട്ട് തടിച്ചു കൊഴിച്ച മുതലാളിക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖബറിലേക്ക് എത്തേണ്ട താമസം പടച്ചറപ്പവന് തയ്യാർ ചെയ്തിട്ടുള്ളത് രക്തത്തിന്റെ സമുദ്രം തന്നെ. ഈ പാവപ്പെട്ടവന്റെ രക്തം കുടിച്ചതിന് ശിക്ഷയെന്നോണം ഖിയാമത്ത് നാൾ വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ സൂറന്ന കാഹളത്തിലൂതുന്നത് വരെ അവന്റെ ഖബറിൽ അവൻ രക്തം കുടിക്കുന്നു. അവൻ കരക്കണയില്ല. അവന് ഈ പാവപ്പെട്ടവൻ മാസം അതാ പലിശ അടയ്ക്കുന്നത് പോലെ ഇവന്റെ വായിലേക്ക് കല്ലെറിഞ്ഞു കൊടുക്കുന്നു. രക്തം കുടിച്ചവൻ കടിയുന്നു. സഹോദരാ, എനിക്കും നിങ്ങൾക്കും പലിശയുമായി ബന്ധപ്പെട്ട് പലിശ വാങ്ങിയാൽ നാളെ വരാൻ പോകുന്ന അനുഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ കണ്ടു പറയുകയാണ്, വമാ സാഹിബുക്കും ബിമജ്നൂൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. മറഞ്ഞ കാര്യം മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് ഊഹിച്ച് പറയുകയല്ല, തെറ്റിദ്ധരിച്ച് പറയുകയല്ല. തബാറക്കല്ലാഹു മാ വഹിയും ബിമുക്തസബി വലാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമി മൗലായ
وصلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറന്ന ഒരു കാര്യവും അവിടുന്ന് ഊഹിച്ച് പറയുകയല്ല, ചിത്രീകരിക്കുകയല്ല. നഗ്നമായ സത്യം തന്നെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടിട്ട് പറയുന്ന യാഥാർത്ഥ്യം തന്നെ. ഇന്നഹദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, ബോധ്യപ്പെടുന്ന ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് പരീക്ഷ വാങ്ങുന്നവർ, പരീക്ഷയ്ക്ക് പണം കൊടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളുക, ബ്ലേഡ് കമ്പനിക്കാർ ശ്രദ്ധിച്ചുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാലാമത്തെ രംഗം കണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ശിക്ഷ കാണിച്ച സന്ദർഭത്തിൽ നാലാമത്തെ രംഗം എനിക്ക് കാണിച്ചു തന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരാണ്, വ്യഭിചാരം ചെയ്ത സ്ത്രീ പുരുഷന്മാരുടെ കബറ് ആ മറവ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അനുഭവപ്പെടുന്നത് സാധാരണ കബറ് പോലെയല്ല, അത് റൗണ്ടിലായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. മാത്രമല്ല അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് ആളിയാളിൽ തീ കത്തിക്കപ്പെടുകയാ. തീ കത്തിക്കപ്പെടുന്ന സമയത്ത് അവരതിൽ കിടന്ന് തിളച്ച് കേൾക്കൊണ്ട് മറിയുകയാ. അവരെ എല്ലാ ദ്വാരങ്ങളിൽ കൂടിയും ജലമൊഴുകുകയാ. ആ ജലങ്ങളെല്ലാം തൻ നരകത്തിലും മറ്റുമുള്ള ആളുകൾ കുടിക്കുകയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുസ്ലിമീങ്ങളെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മോശമാണ്, എന്തുമാത്രം തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇത്രമാത്രം മോശമായ കാര്യം വേറെയുണ്ടോ? എന്തുമാത്രം കണിശമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വ്യഭിചാരം ചെയ്യുന്നതിനുള്ള സർവ്വ സാഹചര്യങ്ങളും നാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള സാഹചര്യങ്ങൾ കൊട്ടിയടക്കാതെ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം തന്റെ സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ബുഖാരിയിൽ പറയുന്നു, കുതിബ അലാ ബനി ആദമ നസീബുൻ മിനൽ സിനാ, മിക്ക മനുഷ്യന്മാർക്കും അത് വ്യഭിചാരത്തിന്റെ അംശങ്ങൾ അവയിൽ ചേർക്കുന്നുണ്ട്. വ്യഭിചാരത്തിന്റെ വിഹിതങ്ങൾ മിക്ക ആളുകളും ചെയ്തു കൊള്ളുന്നുണ്ട്. മഹാരാജങ്ങൾക്ക് സംശയം വേണ്ട. അൽ ഐനാനി ദിനാഹുമാ അന്നദൂർ, കാണാൻ പാടില്ലാത്ത ആളുകളിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. മാത്രമല്ല പിടിക്കാൻ പാടില്ലാത്ത പശു പിടിക്കലാണ് കയ്യിന്റെ വ്യഭിചാരം. അതേ പാടില്ലാത്തതിലേക്ക് നടക്കലാണ് കാലിന്റെ വ്യഭിചാരം. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കലാണ് കാലിന്റെ വ്യഭിചാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മൊബൈൽ ഫോണോട് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വിജയത്തിന്റെ ആശയോട് കൊടുക്കുകയാ. നാം നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ മൊബൈലുകൾക്ക് വാങ്ങിക്കൊടുത്തിരിക്കുക. സ്കൂളിലേക്ക് പോകുന്ന, കോളേജിലേക്ക് പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഏതേക്കുന്ന മൊബൈൽ വാങ്ങി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, എന്താണ് ഇതിനൊക്കെ ആവശ്യം എന്ന് വാക്കുനോക്കിയിരിക്കുമ്പോ അധാർമികതയിലേക്ക് നമ്മുടെ മക്കൾ കൂട്ടുകുത്തി പോകുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നത്. നമ്മുടെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കൈകളിൽ മൊബൈൽ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതേ അങ്ങ് പൂവാലന്മാരോട് കിന്നാരം പറയുവാനും എല്ലാം ഇത് വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കുവാനും അത് സാഹചര്യമല്ലയോ? എത്രയെത്ര കുടുംബത്തിലെ കുടുംബനാഥന്മാരാണ് പിന്നീട് കേൾക്കുന്നത്. രാത്രി സമയത്തൊക്കെ മൊബൈൽ വരികയാണ്. എത്രത്തോളം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ റൂമിൽ പ്രായം ചെന്ന ഉമ്മ ഒരു ഭാഗത്ത് കിടക്കുന്നു, തന്റെ മക്കളും മറ്റൊരു റൂമിൽ കിടക്കുന്നു, ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ഭാര്യത മൊബൈലതാ. പഴയ കാലത്ത് അങ്ങനെയുണ്ടല്ലോ. പഴയ കാലത്ത് മൊബൈലാണെങ്കിൽ നമ്മുടെ റെഞ്ചിൽ മറ്റ് സാധാ മൊബൈൽ, സാധാ ഫോണാണെങ്കിൽ ലാൻഡ് ഫോണാണെങ്കിൽ ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്ന സമയത്ത് വീട്ടിലെ മറ്റുള്ള അംഗങ്ങളൊക്കെ കേൾക്കുകയാണ്.
ഞാൻ അറിയുകയാണ്. അതേസമയത്ത് ഈ മൊബൈൽ സംവിധാനം വന്നതോടുകൂടി തന്റെ ഈ ഗൾഫുകാരന്റെ ഭാര്യ ഇതാ, അല്ലെങ്കിൽ സഹോദരി ഇതാ, ഈ മൊബൈൽ നമ്പർ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിന്നാരം പറയുന്ന പൂവാലന്മാർക്ക് മറ്റ് അന്യപുരുഷന്മാർക്ക് നമ്പർ കൊടുത്തിരിക്കുകയാണ്. അവരതാ ഇഷ്ടം പോലെ രാത്രിയൊക്കെ വിളിച്ച് നിങ്ങൾ കഥകിറങ്ങുക, തുറന്നിട്ട് പാതിരാ സമയത്ത് പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ പാതിരാ സമയത്ത് തന്റെ ഭർത്താവിന്റെ റൂം തുറന്നു കൊടുത്തിട്ട് അന്യപുരുഷന്മാരോട് കിടപ്പറം പങ്കിടുകയാണ്. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നമ്മുടെ മൂക്കിന്റെ താഴ്ഭാഗത്ത് അരങ്ങേറുന്നത്. ഇതിനൊക്കെ കളമൊരുക്കുന്നത് ഒരു പരിധിവരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളല്ലേ. എന്താ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് ചിന്തിക്കാത്തത്, എന്താണ് ശ്രദ്ധിക്കാത്തത്? പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതേ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്കിടയിൽ അതാ വിട്ട് കിടത്തേണ്ടതാണ്. ആങ്ങളെയും പെങ്ങളെയും നിങ്ങൾ 7 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ റൂമിൽ കിടക്കാൻ പാടില്ല. ഉമ്മയും മകനും പിന്നെ റൂമിൽ കിടക്കാൻ പാടില്ല, ഒരു പായിൽ കിടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല റൂമിൽ കിടക്കാൻ പാടില്ല. വാപ്പയും മകളും പിന്നീട് റൂമിൽ കിടക്കാൻ പാടില്ല. 7 വയസ്സായിരിക്കുന്ന മക്കളെയും ഉപ്പയും വിട്ടുപിരിച്ച് കിടത്തേണ്ടതാണ്. എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഇസ്ലാം കൽപ്പിക്കുന്ന. വർത്തമാന കാലത്ത് എത്രയെത്ര അനുഭവങ്ങളാണ് സ്വന്തം മാതാപിതാക്കള്, സ്വന്തം ഉമ്മാക്ക് അന്യപുരുഷന്മാരെ തൊട്ട് മാത്രം തന്റെ മകളെ സംരക്ഷിച്ചാൽ പോരാ, തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ തൊട്ടും തന്റെ ഭർത്താവിനെ തൊട്ടും അതായി കുഞ്ഞിന്റെ ഉപ്പയെ തൊട്ടും ഭക്തി മകളെ സൂക്ഷിക്കേണ്ടതാണ്. പഴയകാലത്തൊക്കെ ഉമ്മമാർക്ക് തന്റെ വീട്ടിൽ തന്റെ മകളെ നിർത്തിയിട്ട് പോകാമായിരുന്നു. സ്കൂളിലേക്കോ മറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്തോ മാത്രം തന്റെ മകളെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ സ്വന്തം ആങ്ങളമാരടുത്ത് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല, സ്വന്തം ഉപ്പമാരടുത്ത് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല. എന്തൊരു ദുരവസ്ഥയാ പ്രിയപ്പെട്ട മുസ്ലിമിനെ. എന്താ ഇതൊക്കെ നമുക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാഹചര്യങ്ങൾ ആ രൂപത്തിലാക്കി തീർത്തു. എല്ലായ്പ്പോഴും ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ്, ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളാണ്, ഇക്കിളിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ സാഹചര്യങ്ങൾ മുഴുവനും ഒരുക്കിയിട്ട് നീ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അന്യപുരുഷന്മാരെ കാണാനും അന്യ തൊടാൻ പാടില്ലാത്ത ആളുകളെ കാണാനും അതുപോലെ തന്നെ സ്പർശിക്കുവാനുള്ള അവസരം വീടുകളിൽ ഉണ്ടാവരുത്. ജ്യേഷ്ഠന്റെ ഭാര്യയുമായിട്ട് അനുജൻ സംസാരിക്കുന്ന, അനുജന്റെ ഭാര്യയുമായിട്ട് ജ്യേഷ്ഠൻ സംസാരിക്കുന്ന അത്തരം സാഹചര്യങ്ങളൊന്നും വീട്ടിലുണ്ടാവരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ലീവുള്ള സമയത്ത്, സ്കൂളൊക്കെ അവധിയുള്ള സമയത്ത് നമ്മുടെ മക്കളെ നമ്മളെ ഭാര്യമാരെ വീടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് അമ്മാവന്മാരെ വീടുകളിലേക്ക് ഇങ്ങനെ കണ്ടമാനം നമ്മുടെ ചെറുപ്പക്കാരുടെ കുട്ടികളൊക്കെ വിരുന്നയക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പാടില്ല മുസ്ലിമേ. നിന്റെ ആങ്ങളയുടെ വീടാണെങ്കിലും ശരി, നിന്റെ പെങ്ങളുടെ വീടാണെങ്കിലും ശരി, അവിടെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ നിന്റെ മക്കൾക്ക് തൊട്ടാൽ ഒന്നുമുറിയുന്നവരല്ലേ, കാണാൻ പാടില്ലാത്തവരല്ലേ. അവിടത്തേക്കൊക്കെ വിരുന്നയച്ചിട്ട് ദിവസങ്ങളോളം ഇടപഴകിയിട്ട് ആങ്ങളമാരെ മക്കളും പെങ്ങന്മാരെ മക്കളും അതുപോലെ തന്നെ ജ്യേഷ്ഠാന്യന്മാരെ മക്കളും ഇടപഴകിയിട്ട് ജീവിച്ചിട്ടൊരു ചുറ്റുപാട് ആ സർവ സംസ്കാരവും തകർക്കുന്ന, എല്ലാ ലജ്ജയും ഇല്ലാതെയായി പോകുന്ന ഈ തോന്നിവാസങ്ങൾ നടത്തല്ല. ഒരു പുരുഷന് ഏതെല്ലാം പെണ്ണുങ്ങളെ കാണാൻ പറ്റും, വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. ഈ 4 വകുപ്പല്ലാതെ ഒരു പെണ്ണിനെയും കാണാൻ പാടില്ല. ഒരു പെണ്ണിന്റെ കൂടെയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിന്റെ കൂടെയും ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം അതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. അതിന് നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കണം. ഉസൂലുഹു വഫുസൂലുഹു. ഒരു പുരുഷന് ആരൊക്കെ തൊടാൻ പറ്റും, ആരൊക്കെ കാണാൻ പറ്റും, ആരൊക്കെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും, ഇതാ എണ്ണിക്കോ. ഉസൂലുഹു, മാതാക്കൾ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ, ഉമ്മാടമ്മ, ഉമ്മാടമ്മ, അപ്പാടമ്മ, അപ്പാടമ്മാടമ്മ. ഉമ്മ എന്ന പട്ടികയിൽ വരുന്നവരെ മുഴുവൻ അവരൊക്കെ കാണാവുന്നതാണ്. തൊട്ടാ ഒന്നും മുറിയില്ല, കെട്ടാൻ പാടില്ല, കൂടെ നടക്കാവുന്നതാണ്. കുട്ടിമക്കളിന്റെ ഇടയിലുള്ള സ്ഥലമല്ലാത്ത സ്ഥലം കാണാവുകയും തൊടാവുകയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആരെ? ഉസൂലുഹു. ഉമ്മ, 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 ഉമ്മാന്റെ അമ്മ, അപ്പാന്റെ അമ്മ ഒക്കെ ഉമ്മ എന്ന് പറഞ്ഞ പട്ടികപ്പെട്ടതൊക്കെ പെട്ട്.
പെണ്ണാണെങ്കിൽ ഉപ്പ എന്ന് പറഞ്ഞതിലൊക്കെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ ഒക്കെ പറ്റും. ഇത് വളരെ കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഒരു പുരുഷന് ഏതെല്ലാം സ്ത്രീകളെ തൊട്ടാൽ മുറിയില്ല, കാണാൻ പറ്റും, കൂടെ നടക്കാൻ പറ്റും, ഒറ്റക്ക് റൂമിലിരിക്കാൻ പറ്റും, അതാ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ മക്കൾ, മകൾ, മകളെ മകൾ, മകന്റെ മകൾ, മകളെ മകളെ മകൾ, മക്കൾ എന്ന പട്ടികയിൽ വരുന്നവരെ ഉള്ളവൻ. ഇവിടെ ഒരാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഈ മസാല കിട്ടും. അങ്ങനെ ഉറങ്ങിയാൽ മക്കൾ എന്ന പട്ടികയിൽ വരുന്നവർ അവരൊക്കെ ഒരാൾക്ക് തൊടാവുന്നതാണ്, തൊട്ടാ മുറിയില്ല, കാണാവുന്നതാണ്, കൂടെ ഒരു റൂമിൽ താമസിക്കാവുന്നതാണ്, അനുവദനീയമാണ്. അവന്റെ മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ. മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പെങ്ങള്, പെങ്ങളെ മക്കള്, ജ്യേഷ്ഠന്റെ മക്കള്, അനുജന്റെ മക്കള്, അവരൊക്കെ ഫസുലു അബ്ബലി അസ്ലിയാണ്. അവന്റെ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും മക്കൾ, പെങ്ങള്, പെങ്ങളെ മക്കള്, ജ്യേഷ്ഠന്റെ മക്കള്, അനുജന്റെ മക്കള്, അവരെ മക്കളെ മക്കളെ മക്കള്, ഇതൊക്കെ ഒന്നും മുറിയില്ല, അവരെ കാണാവുന്നതാണ്, ഇവിടെ നടക്കാവുന്നതാണ്. മൂന്നും കഴിഞ്ഞ ഒന്നേ ഉള്ളൂ. ആയി പെട്ട് കിട്ടണം, അഞ്ഞു ബാക്കിയല്ല കൂടി. ഓരോ മാതാപിതാക്കളുടെയും ആദ്യത്തെ മക്കൾ, ഓരോ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വല്യാപ്പാന്റെ ആദ്യത്തെ മക്കൾ ആരാണ്? അമ്മായി. വല്യാപ്പാന്റെ ആദ്യത്തെ മക്കളല്ലേ? വല്യാപ്പാന്റെ മകൾ എൻ്റെ അമ്മായി ആയിരിക്കും. അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പാണെങ്കിൽ അത് ഇളയമ്മയായിരിക്കും. ഇളയമാന്റെ മക്കളെ പറ്റൂല, അമ്മായിന്റെ മക്കളെ പറ്റൂല. അതിന്റെ വലിയ അമ്മായി ബാപ്പാന്റെ അമ്മായി, അമ്മായിന്റെ മക്കളെ പറ്റൂല. വല്യാപ്പാന്റെ അമ്മായി, വല്യാപ്പാന്റെ ഇളയമ്മ. ഇളയമ്മ എന്ന് മനസ്സിലായില്ലേ? ഉമ്മാടെ അഞ്ചത്തി, ഉമ്മാടെ മാതൃ സഹോദരി, പിതൃ സഹോദരി എന്നർത്ഥം. മാതാവിന്റെ സഹോദരി, പിതാവിന്റെ സഹോദരി. അവരെ മക്കളില്ല, അവരെ മക്കളെ തൊടാൻ പറ്റൂല, കാണാൻ പറ്റൂല. അമ്മാന്റെ മക്കളെ കാണാൻ പറ്റൂല, ഇളയമാന്റെ മക്കളെ കാണാൻ പറ്റൂല, എളാപ്പാന്റെ മക്കളെ കാണാൻ പറ്റില്ല. അന്യ പെണ്ണുങ്ങളാണ്, അന്യ സ്ത്രീകളാണ്. അവരങ്ങനെ തൊട്ട് കളിച്ച് അവരോട് ഇടപഴകി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നൂറുകണക്കിന് ഹറാമുകൾ ഇങ്ങനെ ചെയ്യണം. അള്ളാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ വല്ല കാര്യമില്ല. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനോട് തൗബയിട്ട് കാര്യമില്ല, തെറ്റ് നിർത്തിയതാണ് തൗബ ചെയ്യാൻ. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിച്ചു വേണം തൗബ ചെയ്യാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാ പരിപാടി. പിന്നെ എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് കാര്യം? അതുകൊണ്ട് ഇതൊക്കെ വ്യഭിചാരത്തിന്റെ അംശങ്ങളാണ്. നമ്മളൊക്കെ തെറ്റുകൾ എത്ര ചെയ്യുന്നുണ്ടെന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. ഇനി പിന്നീട് വിവാഹബന്ധത്തിൽ കൂടി ബാക്കിയുള്ളത് രണ്ട് സ്ത്രീകൾ, ഒന്ന് ഭാര്യയുടെ ഉമ്മ, സൗജത്തുൽ അസ്ൽ വൽ ഫർദ്, മക്കളെ ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ. ഭാര്യയുടെ അമ്മയെ തൊട്ടാൻ മുറിയില്ല, ഭാര്യന്റെ അമ്മാന്റെ അമ്മാനെ തൊട്ടാൻ മുറിയില്ല, ഭാര്യന്റെ അമ്മാന്റെ 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 അമ്മാനെ തൊട്ടാൻ മുറിയില്ല. അതൊന്നും മുറിയില്ല. ഭാര്യയെ തൊട്ടാ മുറിയും, ഭാര്യയെ തൊട്ടാ ഒന്നും മുറിയില്ല വരുത്തം പറഞ്ഞാൽ അവനെ വിഡ്ഢിയാണ്. ചില ആളുകൾ ഇങ്ങനെ ഭാര്യയെ തൊട്ടാ ഒന്നും മുറിയില്ല, ശരിക്കതിന് വിഡ്ഢിയാണ്. ശരിക്കും അതിന്റെ തത്വശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. ഈ പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നും മുറിയാനുള്ള കാരണം എന്താ? ഈ പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നും മുറിയാൻ കാരണം മനുഷ്യന്റെ വികാരത്തെ ഇക്കിളിപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ വികാരവും ഇബാദത്തും തമ്മിൽ നേരെ എതിരാണ്. ഈ ഒതുമുറിയാനുള്ള കാരണം വികാരത്തെ ഇക്കിളിപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ടാണ് പെണ്ണിന്റെ തൊലി തൊടണം എന്ന് പറഞ്ഞത്, അന്യ പെണ്ണാവണം. പെങ്ങളെ തൊട്ടാ മുറി എന്താ? പെങ്ങളെ തൊട്ടാ ആർക്കും വികാരം ഉണ്ടാവില്ല. സാധാരണ എങ്ങനെയാണ്? ഉമ്മാനെ തൊട്ടാ എന്താ മുറിയാത്ത? ഉമ്മാനെ തൊട്ടാ വികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ മനുഷ്യരുടെ ഗുഹ്യസ്ഥാനത്ത് കൈയിന്റെ പള്ള കൊണ്ട് തൊടണമെന്നാണ്. കാരണം കൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാലേ അപ്പൊ വികാരം ഇളകുള്ളൂ. വേറെ തൊട്ടാൽ വികാരം ഇളകൂല, അതുകൊണ്ട് അപ്പൊ ഒതുമുറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒതുമുറി എന്നതിന്റെ കാരണം മനുഷ്യന്റെ വികാരത്തെ ഇക്കിളിപ്പെടുത്താൻ ചാൻസ് ഉണ്ടാകുക എന്നാണ്. എനിക്ക് വികാരമൊന്നുമില്ല, അത് ഇവിടെ നോട്ടല്ല, ചാൻസ് ഉണ്ടോ അല്ലേ എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് സ്വന്തം ഭാര്യയെ തൊട്ടാ വികാരം എളൂലേ, പിന്നെ ഒന്ന് ആളാ ഏറ്റവും കൂടുതൽ വികാരം ഉണ്ടപ്പോഴല്ലേ. അതുകൊണ്ട് ഒന്ന് മുറിയേണ്ട തന്നെ ഭാര്യയെ തൊടുമ്പോഴാ. ഭാര്യ ഭർത്താക്കന്മാർ തൊടുമ്പല്ലേ ശരിക്കും ഒന്ന് മുറിയേണ്ടത്. ഈ ശരിക്കുള്ള ഈ ഹിക്മത്ത് അറിയാത്തത് കൊണ്ടാണ് ചില ആൾക്കാരെന്ന് പറയുന്നത്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ സർവ്വ നിയമങ്ങളും യുക്തിപൂർവകമാണ്. ഇസ്ലാമിന്റെ യുക്തിയാണത്.
ഇബാദത്തിനോട് നേരെ അതിന്റെ ആന്റിയാണ് വികാരം. അപ്പൊ ഈ വികാരത്തെ ഇക്കിളിപ്പെടുത്താൻ ചാൻസ് ഉള്ള എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഒന്ന് മുറിയും. അപ്പൊ അതിന് ചാൻസ് ഇല്ലാത്തത് തൊട്ടാ ഒന്നും മുറിയില്ല. അപ്പൊ ശരിക്കും ഉറപ്പല്ലേ, സ്വന്തം ഭാര്യയെ തൊട്ടാലല്ലേ കാര്യമായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് മുറിയണം. ഭാര്യയെ തൊട്ടോ ഒന്ന് മുറിയണം. ഭാര്യയെ തൊട്ട അതേ സമയത്ത് ഭാര്യന്റെ അമ്മനെ തൊട്ടാൽ അങ്ങനെ മുറിയില്ല. ഏതോ ഒരുത്തൻ, ഇവിടെ നോട്ടല്ല, സാധാരണ പറയുള്ളത് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഭാര്യ അമ്മ തൊടുമ്പോൾ നമ്മൾ സ്വന്തം അമ്മാന്റെ ഭാര്യയിലേക്കാണ്, മരുമകൾ നമ്മൾ സ്വന്തം മോളെ ഭാര്യയിലേക്കാണ്. അതുകൊണ്ടാണ് മരുമകളെ തൊട്ടാൽ ഒന്നും മുറിയില്ല, അത് മകന്റെ ഭാര്യയാണ്. ഈ 4 വിഭാഗം മാത്രമാണ് നമുക്ക് തൊടാനും കാണാനും അനുവദിച്ചിട്ടുള്ളത്. അല്ലാത്ത ഏത് പെണ്ണുങ്ങളെ കണ്ടാലും നമുക്ക് വ്യഭിചാരത്തിന്റെ വിഹിതം വരുന്നുണ്ട്. റഹമുറാഹിമീനായ റബ്ബ് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ മനുഷ്യരും ഇങ്ങനെ അറിയാതെ വിചാരത്തിന്റെ അംശം ചെയ്തു പോകുന്നുണ്ട്. അതിനാൽ ഈ സർവ്വ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത്. അങ്ങനെ വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്, ഖബറിൽ വെച്ച് ലഭിക്കുന്ന ശിക്ഷയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضل കൊണ്ട് നാമൊക്കെ രക്ഷപ്പെടുത്തട്ടെ, പാപങ്ങൾ പൊറുക്കട്ടെ.